People are thinking that Byju's is going down. No chance. No chance. ബൈജൂസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റാർട്ടപ്പ് കമ്പനി ആയിരുന്നു, വാല്യൂഡ് അറ്റ് $22 ബില്യൺ. പക്ഷേ ഇന്ന് ബൈജൂസ് അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണ്. എന്താണ് കാരണം? നമുക്കൊന്ന് പരിശോധിക്കാം. ബൈജൂസിൻ്റെ വളർച്ച എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിലായിരുന്നു. അവർ കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് കമ്പനികളായ വൈറ്റ് ഹാറ്റ് ജൂനിയർ, ആകാശ്, ഗ്രേറ്റ് ലേണിംഗ് ആപ്പൊക്കെ വാങ്ങിക്കൂട്ടി, അതും തൗസൻഡ്സ് ഓഫ് crore ചെലവഴിച്ചിട്ട്. പക്ഷേ ഇതൊക്കെ പ്രോഫിറ്റബിൾ ആക്കാനുള്ള ഒരു സോളിഡ് പ്ലാൻ അവർക്ക് ഉണ്ടായിരുന്നില്ല. എക്സ്പാൻഷൻ നല്ലതായിരുന്നു, പക്ഷേ നിലവിലുള്ള കമ്പനി പ്രോഫിറ്റബിൾ ആകാതെ എക്സ്പാൻഡ് ചെയ്യുന്നത് കയ്യിലെ കാശ് കത്തിക്കുന്നതിന് തുല്യമായിരുന്നു. ബൈജൂസിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇൻസൈൻ ലെവലായിരുന്നു. കാരണം അവർ ബില്യൺസ് ആണ് മാർക്കറ്റിങ്ങിന് വേണ്ടി ചെലവഴിച്ചത്. ലൈക്ക് സ്പോൺസറിങ് ഇന്ത്യൻ ടീം, IPL, സെലിബ്രിറ്റി ആഡ്സ് ഒക്കെ. അവരെ വരുമാനത്തിനേക്കാളും കൂടുതലാണ് മാർക്കറ്റിലേക്ക് അവർ സ്പെൻഡ് ചെയ്ത എമൗണ്ട്. ഈ ഒരു മാർക്കറ്റിംഗ് അവരെ വലിയ കടത്തിലെത്തിച്ചു. അതുകൊണ്ട് തന്നെ എംപ്ലോയീസിൻ്റെ സാലറി ഡിലേ ആയി, ഇൻവെസ്റ്റേഴ്സ് പാനിക് ആവാൻ തുടങ്ങി. നിലവിലുള്ള ബിസിനസ് പ്രോഫിറ്റബിൾ ആക്കാൻ ഫോക്കസ് ചെയ്യാതെ എക്സ്പാൻഷന് ശ്രമിച്ചത് വലിയ തിരിച്ചടിയായി അവർക്ക്. അതുകൂടാതെ കസ്റ്റമേഴ്സിനിടയിൽ ബൈജൂസിനോടുള്ള ട്രസ്റ്റ് കുറഞ്ഞു വന്നിരുന്നു. കാരണം അവരുടെ അഗ്രസീവ് സെയിൽ ടാക്ടിക്സ്, ഡിസെപ്റ്റീവ് കോസ്റ്റ് മാർക്കറ്റിംഗ്, മിസ്ലീഡിംഗ് പാരൻസ് വിത്ത് EMI ബേസ്ഡ് എൻറോൾമെൻറ്റ്സ്. ഒരു കമ്പനി ഗ്രോ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റ് നേടിയെടുക്കുക എന്ന് പറയുന്നത്. ബൈജൂസിൻ്റെ ഡൗൺഫോൾ എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു ലെസൺ തന്നെയാണ്.